ഓക്കെ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പുതിയ ഗെയിം കളിക്കാൻ പോണേ. അതാണ് ചൂ ചാൾസ്. കുറേ പേര് ഈ ഗെയിം കളിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗെയിം പിന്നെ ഒരു ഹൊറർ ഗെയിമാണ്. ഇതിൽ ഒരു ട്രെയിൻ ഉണ്ടാവും. ആ ട്രെയിനിലാണെങ്കിൽ 8 കാലുണ്ടാവും. ട്രെയിനും 8 കാലും മിക്സ് ചെയ്ത എന്തൊരു സംഭവമാണ്. എന്തുട്ടായാലും നമുക്ക് കളിച്ച് നോക്കാം. ഇവിടെ 2 തരം മോഡുണ്ട്. ഒരെണ്ണം ക്ലാസിക് മോഡും പിന്നെ നൈറ്റ്മെയർ മോഡും. ഈ നൈറ്റ്മെയർ മോഡ് എന്ന് പറയുന്നത് ഒരു ഹാർഡ് കോർ മോഡാണ്. നമ്മുടെ മൈൻക്രാഫ്റ്റിലൊക്കെ ഉണ്ടാവില്ലേ, ഒരു ലൈഫ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതേപോലെ തന്നെ ഇതും. ഇതിൽ പിന്നെ ഗെയിം കുറച്ചുകൂടി ഡാർക്കറാണ്. പിന്നെ ചാൾസ് ആണെങ്കിൽ ഭയങ്കര സ്ട്രോങ്ങാണ്. നമുക്ക് പക്ഷേ ഏതായാലും ക്ലാസിക് മോഡ് കളിക്കാം. എനിക്ക് ഈ ഗെയിം കളിച്ചിട്ട് ശീലമില്ലേ. ഓക്കെ, ഇവിടെ അങ്ങനെ ഗെയിമൊക്കെ ലോഡായിക്കാണ്. നമ്മളിപ്പോൾ ആ ഐലൻഡിലേക്ക് എത്തിക്കാൻ തോന്നുന്നുണ്ട്. ആ ഐലൻഡിലാണ് മറ്റേ ചൂ ചാൾസ് ഉള്ളത്. ഇവിടെ ഒരാൾ ആരുടെ അടുത്തോ സംസാരിക്കുന്നുണ്ട്. മിക്കവാറും എൻ്റെ അടുത്തോ. വേറെ ഒന്നല്ല, ഈ ഐലൻഡിൽ ചൂ ചാൾസ് ഇല്ലേ, അതിനെ അടിച്ചിടണം. അതായിരിക്കും പറയണ്ടാവുക. ഓക്കെ, ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്. ഇതാണ് ചൂ ചാൾസ്. നമുക്ക് ഇതിനെയാണ് അടിച്ചിടേണ്ടത്. നമ്മളെ കൊണ്ട് പറ്റുമെന്ന് നോക്കി നോക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഐലൻഡിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഇയാളുടെ പേര് യൂജന, അങ്ങനെ എന്തോ ആണ്. ഇയാളിപ്പോൾ നമ്മളെ ഐലൻഡിലേക്ക് കൊണ്ടുപോവുക. ആ ഐലൻഡിലാണ് മറ്റേ ചൂ ചാൾസ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ആ ഐലൻഡിലേക്ക് എത്തിയേക്കാണ്. നമുക്കിനി വഞ്ചിന്ന് ഇറങ്ങാം. ഇവിടെ പിന്നെ ട്യൂട്ടോറിയലൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഓ, ഇതൊരു നോട്ടാ. അല്ല, ഇവിടെ ഒരാൾ ചത്ത് കിടക്കണ്ടല്ലോ. അയാൾ വെള്ളത്തിൽ പൂന്തി നിൽക്കുക. എനിക്ക് തോന്നണത് അയാളും എന്നെ പോലെ ചൂ ചാൾസിനെ ഫൈറ്റ് ചെയ്യാൻ വന്നതാവും. പക്ഷേ ആള് തട്ടിപ്പോയി. ഇനിയിപ്പോൾ എൻ്റെ അവസ്ഥ എന്താണാവോ. നമുക്ക് ഇയാളോടൊന്ന് സംസാരിച്ച് നോക്കാം. ഇയാൾ പറയണത് ഈ ഐലൻഡിൽ ഒരു ട്രെയിനിൻ്റെ ഷെഡ് ഉണ്ടെന്ന്. അതിൻ്റെ അകത്താണെങ്കിൽ ഒരു ട്രെയിനും ഉണ്ടെന്ന്. ആ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്ത ആളില്ലേ, അയാളിപ്പോൾ ജീവനോടില്ല. ചൂ ചാൾസ് അതിനെ പോയിട്ട് അറ്റാക്ക് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ഈ യൂജൻ പറയണത് നമ്മളോട് ആ ട്രെയിൻ എടുക്കാനാ. അല്ല, ഇയാളെന്താ തൊള്ള തുറന്ന് സംസാരിക്കാത്ത? ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിക്കണേ. അതെന്താണാവോ. ഇയാളെങ്ങോട്ട് ഓടിപ്പോണേ? ഹലോ ചേട്ടാ, നിൽക്ക്, ഞാനുണ്ട്. ഇയാൾ എന്ത് സ്പീഡിലാണ് പോണേ? അയ്യോ ചേട്ടാ, എന്നെ ഒറ്റയ്ക്കേക്ക് പോവല്ലേ, എനിക്ക് പേടിയാവണു. എനിക്ക് അത്ര പേടിയൊന്നുമില്ല. ഞാൻ ചേട്ടനെ ഓവർടേക്ക് ചെയ്യോ? മാറിക്കോ അങ്ങോട്ട്, ഞാനാ ഫസ്റ്റ്. അല്ല പിന്നെ. ഓക്കെ, മുമ്പിൽ എന്തോ സംഭവം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നണത് അതായിരിക്കുന്ന ട്രെയിൻ ഷെഡ്. ഇവിടെ മറ്റേ റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ട്. ഇത് തന്നെ ട്രെയിൻ ഷെഡ്. ഇപ്പം എന്താ പറ്റിയേ? തുറക്ക്. ശരി, ഈ ഡോറ് ലോക്കാണ്. ആണോ? അത് ലോക്കായിരുന്നു അല്ലേ? ഞാൻ കണ്ടില്ല. ഇനിയിപ്പോൾ എന്നിട്ട് ചെയ്യണ്ടേ? ഓക്കെ, ഇവിടെ അടുത്ത് ഒരു ഷാക്ക് ഉണ്ടെന്ന് പറയണേ. അതിൻ്റെ അകത്ത് താക്കോലുണ്ടെന്ന്. എന്നാ പിന്നെ പോയിട്ട് എടുത്തോണ്ട് പോവാ. ഇനി അതും ഞാൻ പോയിട്ട് എടുക്കണ? എന്താ ചേട്ടാ, ഒരു താക്കോല് പോലും എടുക്കാൻ പറ്റില്ലേ? ചൂ ചാൾസിനെ ഫൈറ്റ് ചെയ്യണം, അതോക്കെ. ഒരു താക്കോൽ എടുക്കാൻ എന്താ പ്രശ്നം? എന്തായാലും ഇത്രയും ദൂരം ഓടി വന്നതല്ലേ, ഇത്രയും ദൂരം ഓടാനെ പാട്. ഓക്കെ, ഇവിടെ ഒരു താക്കോലുണ്ട് കേട്ടോ. വലിയൊരു താക്കോലാണല്ലോ. എന്തെങ്കിലും ആവട്ടെ. ഇവിടെ ഇപ്പം നമ്മളോട് മാപ്പ് തുറക്കാൻ പറയുന്നുണ്ട്. എൻ്റെ പൊന്നോ, ഈ മാപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൽ തന്നെ നല്ല ഗ്രാഫിക്സ് ഉണ്ട്. ഈ മാപ്പ് പക്ഷേ അത്ര വലിയ മാപ്പൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് ഈ ഗെയിം പെട്ടെന്ന് കംപ്ലീറ്റ് ആവുന്ന. എന്തൊട്ടായാലും നമുക്ക് നോക്കി നോക്കാം. എനിക്കിപ്പോൾ ഏതായാലും ഒരു താക്കോല് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് വെച്ചിട്ട് ഈ ഷെഡ് തുറക്കാം. ലെറ്റ്സ് ഗോ. ചേട്ടാ, താക്കോല് കിട്ടി. ഓക്കെ, നമ്മളോട് തുറക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അതങ്ങനെ തുറന്നേക്കാണ്. ഓ, ഇതിൻ്റെ അകത്ത് ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ. ആ ട്രെയിൻ മിക്കവാറും നമ്മൾ ഓടിക്കേണ്ടി വരും. ആ ട്രെയിനിൻ്റെ പേര് ചാൾസ് എന്നാണല്ലോ. ഇവിടെ ചാൾസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ പിന്നെ ബ്ലഡും ഉണ്ട് കേട്ടോ. അല്ല, ഈ ട്രെയിനിൻ്റെ ഹെഡ്ലൈറ്റ് ഇല്ലേ, അത് ഫുൾ ടൈം ഓൺ ആയിട്ടിരിക്കണല്ലോ. അപ്പോൾ എൻ്റെ ബാറ്ററി ഒന്നും ഇറങ്ങില്ലേ? എന്താണോ? നമ്മളിപ്പോൾ ഏതെങ്കിലും ട്രെയിനിൻ്റെ അകത്തേക്ക് കയറിയേക്കാണ്. ഇതിൽ പിന്നെ ഒരു വെപ്പണും ഉണ്ട് കേട്ടോ. ഈ വെപ്പൺ ഏതെങ്കിലും നൈസായിട്ടുണ്ട്. ഇതെന്തത് ഹീറ്റായില്ലോ. ഹീറ്റായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്തെങ്കിലും ആവട്ടെ. നമുക്കിപ്പോൾ ഏതായാലും ഈ ട്രെയിൻ അങ്ങ് ഓടിക്കാം. ഈ ട്രെയിൻ എങ്ങനെ ഓടിക്കുക? ഓക്കെ, എനിക്ക് മനസ്സിലായി എങ്ങനെ ഓടിക്കാമെന്ന്. ഈ പച്ചയില്ലേ, ഈ പച്ച കാണുന്നത് മുന്നോട്ട് പോവാൻ.
ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ചോപ്പില്ലേ അത് ബ്രേക്ക്, പിന്നെ ഇപ്പുറത്ത് കാണുന്ന ഈ മഞ്ഞ റിവേഴ്സ് പോകാൻ. ഇതിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ഏതായാലും ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ലെറ്റ്സ് ഗോ യാ ബേബി. ഹോണൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഹോൺ അടിക്കാം. ഒരു മിനിറ്റ്, ഇതേ ചൂച്ചു ചലസം വന്നു. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അടിച്ചിടാം. ഇയാളെന്താ ഇവിടെ നിൽക്കണത്? എടാ മാറൊക്കെ അങ്ങോട്ട്, എനിക്ക് വെടി വയ്ക്കാൻ പറ്റണില്ല. എടാ ഇവിടെ നിൽക്കണത് സേഫ് അല്ല, അകത്തേക്ക് കയറിപ്പോ. ഇയാളെന്താ പൊട്ടനാണോ? ഞാൻ അയാളോട് ഒരു 100 വട്ടം പറഞ്ഞതാ അകത്ത് കയറിയിരിക്കുന്നു. അപ്പം അയാൾ ഇരുന്നില്ല, പുറത്ത് വായ നോക്കാൻ നിന്നു. ഇപ്പം എങ്ങനെ ഇരിക്കണ്? ചോദിച്ചു ചാൾസ് ഇത് പോവുകയും ചെയ്തു. നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്ക് അടിച്ച് പോയി നോക്കാം. അയാൾ അവിടെ ജീവനോടെ ഉണ്ടോ ചത്തോന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ്, നമുക്ക് വണ്ടി നിർത്താം. അയ്യോ, അയാളുടെ മേത്തി കൂടെ വണ്ടി കയറ്റിയല്ലോ. ഇയാളിനി രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. ഇതേ കണ്ടില്ലേ, വയറ് മൊത്തം കീറി പൊളിച്ചു. ഇയാളിനി രക്ഷപ്പെടില്ല. ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലേ? ഇയാൾക്ക് മര്യാദയ്ക്ക് അകത്ത് കയറി നിന്നാൽ മതിയായിരുന്നു. ഇയാൾ കാരണം എനിക്കും ബുദ്ധിമുട്ടാവുക ചെയ്തത്. എനിക്ക് മര്യാദയ്ക്ക് വെടിവയ്ക്കാൻ പറ്റണില്ല. ഇയാളിപ്പോൾ എന്തൊക്കെയാ പറയുന്നുണ്ട്. ഫൈൻഡ് ദ എക്സ്, ഫൈൻഡ് മൈ സണ്ണ്. ഇയാൾ എന്തോ മുട്ട കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. എന്തിനു മുട്ട? ഓംപ്ലേറ്റ് അടിക്കാനാ? എന്താണാവോ? അയാളിപ്പോൾ ഏതായാലും ചത്തേക്കാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടി എടുത്തിട്ട് വേഗം സ്ഥലം വിടാം. ഇവിടെ അടുത്ത് പിന്നെ ഹോസ്പിറ്റലിൽ പോലില്ലേ. അയാൾ പിന്നെ അയാളുടെ മകനും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അയാളുടെ മകൻ എവിടെയാണാവോ? അയാൾ അവസാനമായിട്ട് അത് പറഞ്ഞേ. നമുക്കിനി അതും കൂടി കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഏതായാലും ഒറ്റയ്ക്ക് കേൾക്കുക. എൻ്റെ കൂടെ ഇപ്പോൾ ആരുമില്ല. ഇതൊന്നും സംഭവം. ഇത് ട്രെയിൻ അപ്ഗ്രേഡ് ചെയ്യാനുള്ളതോ? നമുക്ക് അതിനായിട്ട് സ്ക്രാപ്പൊക്കെ കണ്ടുപിടിക്കണം. സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ അപ്ഗ്രേഡ് ചെയ്യാനും പിന്നെ ട്രെയിനിൻ്റെ ഹെൽത്ത് കൂട്ടാനും പറ്റും. ഈ ട്രെയിനിന് ഹെൽത്ത് ഉണ്ട് കേട്ടോ. ചൂച്ചു ചാൾസ് അറ്റാക്കുന്ന സമയത്ത് നമ്മുടെ ട്രെയിനിൻ്റെ ഹെൽത്ത് പോവും. നമുക്കത് സ്ക്രാപ്പൊക്കെ വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാണ് പോണത്? ഒരു മിനിറ്റ്, അവിടെ എന്തുണ്ടല്ലോ. ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഉണ്ട്. മുമ്പിലൊരു പെട്ടിയുണ്ട്. ഈ പെട്ടിയുടെ ഉള്ളിൽ നിറച്ച സ്ക്രാപ്പാ. ഇതേപോലെ കുറേ സ്ക്രാപ്പ് ഉണ്ടോ, നമുക്കത് കളക്ട് ചെയ്യണം. എന്നിട്ട് വേണം ഈ ട്രെയിനൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ. എന്നാലും ഇവിടെ ആരാണോ ക്യാമ്പ് ഫയർ വെച്ചത്? ഇവിടുത്തെ ആൾക്കാരെ കാണാനില്ല. എനിക്ക് തോന്നണത് ചൂച്ചു ചാൾസ് അവരെ പിടിച്ച് തിന്നു. എന്നാലും ആരാണോ ഈ മഴയത്ത് ക്യാമ്പ് ഫയർ വയ്ക്കണത്? ആ മഴയത്ത് ക്യാമ്പ് ഫയർ കെട്ടി പോണില്ല കേട്ടോ, അത് വേറെ കാര്യം. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ ഇപ്പോൾ നമുക്ക് കുറച്ച് സ്ക്രാപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് മുന്നോട്ട് നീങ്ങാം. ഇവിടെ നമുക്ക് ട്രെയിനിൻ്റെ ഹെൽത്ത് ഫുള്ളാക്കാം. ഓക്കെ, അതങ്ങനെ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇവിടെ പിന്നെ നമുക്ക് മിഷൻസും ചെയ്യേണ്ടി വരും കേട്ടോ. മിഷൻസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ സാധനം കിട്ടും, സ്ക്രാപ്പ്. ഒരു മിനിറ്റ്, മുമ്പിൽ 2 വഴി വരുന്നുണ്ട്. ഇവിടെ ഒരു വഴി ലെഫ്റ്റിലേക്കും ഒരെണ്ണം റൈറ്റിലേക്കും. നമുക്ക് തൽക്കാലം റൈറ്റിലേക്ക് പോകണ്ടേ. നമുക്കപ്പോൾ ട്രാക്ക് സ്വിച്ച് ചെയ്യാം, എന്നിട്ട് റൈറ്റിലേക്ക് പോവാം. ഈ വണ്ടി കുറച്ച് റിവേഴ്സ് എടുക്കാം, എന്നിട്ട് മുമ്പിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു മിഷൻ വരുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണൽ മിഷനാണ്. അത് നമുക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രാപ്പ് കിട്ടും. സ്ക്രാപ്പ് പിന്നെ നമുക്ക് അത്യാവശ്യമാണല്ലോ. ഒരു മിനിറ്റ്, അവിടെയും ഒരു അട്ടപ്പെട്ടി ഉണ്ട്. നമുക്ക് അതും കൂടി പോയിട്ട് തുറക്കാം. ഇതിൻ്റെ അകത്തും ഇഷ്ടംപോലെ സ്ക്രാപ്പ് ഉണ്ട്, അതൊക്കെ കളക്ട് ചെയ്യാം. നമ്മൾ പിന്നെ വഴിയിൽ പോകുമ്പോഴേ ഇതേപോലെ കുറേ പെട്ടികളുണ്ടാവും. നമ്മളതൊന്നും മിസ്സാക്കാൻ പാടില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇവിടെ മുമ്പിൽ ഒരു വീടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിവിടെ വണ്ടി നിർത്താം. അയ്യോ, വണ്ടി വല്ലാണ്ട് മുന്നോട്ട് പോയല്ലോ. നമുക്കൊന്ന് ബാക്ക് എടുക്കാം. ഈ ട്രെയിനിൻ്റെ ബ്രേക്ക് അത്ര കാര്യമില്ല. ഇത് പിന്നെ പഴയ കാലത്തെ ട്രെയിനല്ലേ, ഇതിൽ ABS ഒന്നും ഉണ്ടാവില്ല. ഒരു മിനിറ്റ്, മുമ്പിൽ ഒരു ചേച്ചി നിൽക്കുന്നുണ്ട്. ഈ ചേച്ചി എന്നാൽ മഴയത്ത് നിൽക്കണത്. അകത്ത് പോയിട്ട് നിന്നൂടെ, വെറുതെ മഴയും കൊണ്ട് പനി വരാനായിട്ട്. ഈ ചേച്ചിയും തൊള്ള തുറന്ന് സംസാരിക്കണില്ല കേട്ടാ. ഞാൻ ആദ്യം വിചാരിച്ചത് ആ ചേട്ടൻ മാത്രം അങ്ങനെയാന്ന്. ഈ ഗെയിമിൽ എല്ലാവരും തൊള്ള തുറന്ന് സംസാരിക്കില്ല. എന്താണാവോ? ഒരു ഗെയിം ആകുമ്പോൾ ബഗ്ഗൊക്കെ ഉണ്ടാവും. ഈ ചേച്ചി ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് സ്ക്രാപ്പ് എടുക്കാനാ. ഇതാണ് ചേച്ചിയുടെ വീട്. ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ സ്ക്രാപ്പ് ഉണ്ട്. നമ്മളോട് അത് എടുക്കാൻ പറഞ്ഞു. പക്ഷെ അവിടെ ഡോറ് ലോക്കാ. ഒരു മിനിറ്റ്, ഇവിടെ മേലേക്ക് പോകാൻ വഴിയുണ്ട്. നമുക്ക് ഇതേനെ അങ്ങ് കയറി പോവാം.
ഓക്കെ, ഇവിടെ ഒരു റൂമുണ്ട്. ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ സ്ക്രാപ്പ് ഉണ്ട്. ഇതൊക്കെ കളക്ട് ചെയ്യാം. ഇതെന്തത്, ഒരു നോട്ട് ഉണ്ടല്ലോ. നമുക്കത് വായിക്കാൻ ക്ഷമയൊന്നുമില്ലേ. നമുക്കാദ്യം ഈ സ്ക്രാപ്പൊക്കെ കളക്ട് ചെയ്യാം. എന്നിട്ട് ആ ട്രെയിനില്ലേ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കാം. ഈ ചോദിച്ചു ചാൾസ് എപ്പോഴാണ് വരാമെന്ന് പറയാൻ പറ്റില്ലേ. നമുക്കിവിടെ 15 സ്ക്രാപ്പ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. സ്ക്രാപ്പ് ഇഷ്ടം പോലെ ചിലവാകുന്നുണ്ട്. കുറച്ച് സ്ക്രാപ്പ് നമ്മുടെ കയ്യിലിരുന്നോട്ടെ. ഈ ചോദിച്ചു ചാൾസ് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴേ ട്രെയിനിൻ്റെ ഹെൽത്ത് പോകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അന്നേരം ഈ സ്ക്രാപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഹെൽത്ത് കൂട്ടണം. കുറച്ച് സ്ക്രാപ്പ് ഇപ്പോൾ കയ്യിൽ വെക്കുന്നത് നല്ലതാ. ഇവിടെ പിന്നെ ഫുള്ള് കാടാണ് കേട്ടോ. പോരാത്തിന് ഭയങ്കര മഴയും. ഒന്ന് ഹോൺ അടിച്ച് നോക്കാം. ഈ ഹോൺ അടിച്ച് കഴിഞ്ഞാൽ ചോദിച്ചു ചാൾസ് വരുമോ? അതെനിക്കറിയില്ലേ. ചിലപ്പോൾ വരുമെന്ന് തോന്നണേ. ഒരു മിനിറ്റ്, ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഈ ഭാഗത്തും മിക്കവാറും സ്ക്രാപ്പൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു സ്ക്രാപ്പ് ഉണ്ട്. ഇതെന്ത് ഇടി വെട്ടിയതല്ലേ. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഓക്കെ, ഇവിടെ ഒരു പെട്ടി ഉണ്ട്. ഈ പെട്ടി തുറക്കാൻ പറ്റണില്ല. എനിക്ക് തോന്നണത് അത് ലോക്കാന്ന്. നമുക്ക് വിൽക്കാറും താക്കോല് വേണ്ടി വരും. നമുക്കപ്പോൾ അതും കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ ഒരു വീടുണ്ട്. ഇതിൻ്റെ അകത്ത് ആളുണ്ട്. ഒരു മിനിറ്റ്, ഇവിടെ സ്ക്രാപ്പ് ഉണ്ടാ? ഇവിടെ സ്ക്രാപ്പൊന്നും കാണാനില്ല. ഇവിടെ ഒരെണ്ണം ഇരിക്കണ്ടായിരുന്നു. നമുക്ക് കളക്ട് ചെയ്യാം. നമുക്കപ്പോൾ ഈ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഈ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചേക്കാണ്. ഈ ചേട്ടനെ എനിക്കൊരു ലോക്ക് പിക്ക് തന്നു. ഇവിടെ എവിടെയോ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയിലാണെങ്കിൽ ഈ ചേട്ടൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഉണ്ട്. നമുക്കപ്പോൾ അതെടുത്ത് കൊടുക്കണം. ഈ ചേട്ടന് പക്ഷേ ലോക്ക് പിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ടാണ് ആ പണി എന്നെ ഏൽപ്പിച്ചത്. നമുക്ക് പക്ഷേ ഇത് യൂസ് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ബോക്സ് തുറന്നേക്കാണ്. ഇതിൻ്റെ അകത്ത് ഫയൽസ് ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് അതിൻ്റെ അകത്ത് സ്ക്രാപ്പ് ആവുന്നു. നമുക്കിപ്പോൾ ഏതായാലും ഈ ഫയൽസൊക്കെ എടുത്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഫയൽസൊക്കെ കൊടുത്തേക്കാണ്. അയാൾ അതിൻ്റെ പകരം നമുക്ക് സ്ക്രാപ്പൊക്കെ തന്നു. പിന്നെ ലോക്ക് പിക്കില്ലേ അതും കൂടി തന്നു കേട്ടാ. ഇനി പോണ വഴിയിൽ ഇതേപോലത്തെ കുറേ പെട്ടികളുണ്ടാവും. നമുക്കതൊക്കെ ലോക്ക് പിക്ക് വെച്ച് തുറക്കേണ്ടി വരും. ഈ ചോദിച്ചു ചാൾസ് ഇതൊരിക്കും വന്നിട്ടില്ല കേട്ടാ. ഞാനിവിടെ ഹോണൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ അതിനവിടെ കാണാനില്ല. അത് ഏത് സമയത്താണ് അത് വരിക. നമുക്കിപ്പോൾ ഏതായാലും വണ്ടി എടുത്ത് മുന്നോട്ട് നീങ്ങാം. ഒരു മിനിറ്റ്, മുമ്പിൽ ഒരു വീടുണ്ട് കേട്ടാ. നമുക്ക് വണ്ടി ഇവിടെ നിർത്താം. വണ്ടിയിൽ നിന്ന് ഇപ്പോൾ ചാടി ഇറങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇവിടെയും ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട് കേട്ടാ. മഴയും കൊണ്ടിരിക്കുക. ഓക്കെ, ഇവിടെ ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചു. നേരത്തെ ആ യൂജൻ മരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, ഫൈൻഡ് ദ എക്സ് ഫൈൻഡ് മൈ സണ്ണെന്ന്. ആ മുട്ടയുടെ കാര്യം ഈ ചേച്ചി പറഞ്ഞേ. ഇവിടെ അടുത്ത് എന്തോ ഒരു മൈനുണ്ട്. അതിൻ്റെ അകത്താണ് ആ മുട്ടയൊക്കെ ഉള്ളത്. നമുക്കത് പോയിട്ട് കളക്ട് ചെയ്യണം. പക്ഷേ ആ മൈനിൻ്റെ അകത്തില്ലേ ഗാർഡ്സ് ഉണ്ട്. അവരുടെ കയ്യിൽ വെപ്പൺസൊക്കെ ഉണ്ടാവും. നമുക്കപ്പോൾ നോക്കിയും കണ്ട് കയറേണ്ടി വരും. അവരെങ്ങാനും കണ്ടു കഴിഞ്ഞ പണിപ്പാളേ. നമുക്കപ്പോൾ ആ മൈനിൻ്റെ അകത്തേക്ക് കയറാം. എന്നിട്ട് ആ മുട്ട കളക്ട് ചെയ്യാം. ഒരെണ്ണല്ല കേട്ടാ, ഇതേപോലെ 3 മൈനുണ്ട്. നമുക്കപ്പോൾ ടോട്ടൽ 3 മുട്ട കളക്ട് ചെയ്യേണ്ടി വരും. ഈ മുട്ടയൊക്കെ കളക്ട് ചെയ്തിട്ട് എന്തൊട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നമുക്കപ്പോൾ അത് കളക്ട് ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഇവിടെ നമ്മളൊരു മിഷൻ സ്കിപ്പ് ചെയ്തു കേട്ടാ. നമുക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ആ മൈനിൻ്റെ അവിടേക്ക് എത്തിയേക്കാണ്. അതിൻ്റെ അകത്തേക്ക് കയറുന്നേക്കാൾ മുമ്പേ ഇവിടെ കുറച്ച് വീടുകളുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. ഓക്കെ, ഇവിടെ സ്ക്രാപ്പ് ഉണ്ട് കേട്ടാ. ഇവിടെ പിക്കാക്സ് ഉണ്ടല്ലോ. ഇതെടുക്കാൻ പറ്റുമോ? ചാൾസിൻ്റെ തലമുറയ്ക്ക് പറഞ്ഞാൽ കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് ആ പിക്കാക്സ് എടുക്കാൻ പറ്റണില്ല. ഞാൻ എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ഇതാണ് ആ മൈന്. നമുക്ക് നൈസായിട്ട് അകത്തേക്ക് കയറി പോവാം. ഇതിൻ്റെ അകത്ത് പിന്നെ ഗാർഡ്സും ഉണ്ട്. നമുക്ക് അവരെയും നോക്കണം. ഒരു മിനിറ്റ്, ഇവിടെ ഒരു പെട്ടിയുണ്ട്. നമുക്ക് ഈ പെട്ടിങ് തുറക്കാം. മിക്കവാറും ഇതിൻ്റെ അകത്ത് സ്ക്രാപ്പ് ഉണ്ടാവും. എനിക്ക് പിന്നെ ചേട്ടൻ നേരത്തെ ലോക്ക് പിക്ക് തന്നില്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് സുഖമായിട്ട് തുറക്കാൻ പറ്റും. പെയിൻറ്റാ? എനിക്കൊരു പെയിൻറ്റിൻ്റെ പക്കറ്റാണ് കിട്ടിയേ. പിന്നെ അതുകൊണ്ട് എന്തൊട്ട് ചെയ്യേണ്ടത്? ഞാൻ വിചാരിച്ച പോലെ സ്ക്രാപ്പ് ഉണ്ടാവുമെന്ന്. ഇനിയിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഈ വഴി എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇവിടെ പിന്നെ ഇടയിൽ സ്ക്രാപ്പൊക്കെ കാണും. നമുക്കത് കളക്ട് ചെയ്യാം. എൻ്റെ പൊന്നടാ, ഇപ്പം നമ്മൾ എവിടേക്ക് എത്തിയേ? ഇതിപ്പോൾ മൈൻക്രാഫ്റ്റിൽ കേവിൻ്റെ ഉള്ളിൽ കയറിയ പോലെയുണ്ട്. ഗൈസ്, ഇവിടെ ബോഡി ഗാർഡ്സ് ഉണ്ട് കേട്ടാ. എനിക്കാരോ വിസിലടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാണ്ട്. ആമാരി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ഇവിടുത്തെ ഒരുത്തൻ പൂവുണ്ട്. അവൻ്റെ കയ്യിൽ പക്ഷെ വെപ്പണുണ്ട്. നമ്മുടെ കയ്യിലില്ല.
ഇനി ആ ട്രെയിനിലുള്ള വെപ്പണില്ലേ അത് ഊരിയെടുക്കാൻ പറ്റണാവോ? അങ്ങനെയായിരുന്നെങ്കിൽ നന്നായേനെ. എല്ലാത്തിനും അങ്ങ് തീർത്തള ഞാൻ. എനിക്കവിടെ മുട്ടയൊക്കെ കാണാണ്ട് കേട്ടോ, നമുക്കത് കളക്ട് ചെയ്യാം. ഇത് പിന്നെ ഒരു പച്ച കളറിലാ. ഓക്കെ, നമ്മളത് കളക്ട് ചെയ്തേക്കാണ്. ഇനി ഇവിടെ നിന്ന് പോവാം. ഇനി ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ പിന്നെ സ്ക്രാപ്പൊക്കെ ഉണ്ട്, അത് നമുക്ക് കളക്ട് ചെയ്യാം. സ്ക്രാപ്പ് മുഖ്യം. ഓക്കെ, അയാൾ അങ്ങോട്ടേക്ക് പോയിട്ടാ. ഇനി ഇവിടെ നിന്ന് വേഗം സ്ഥലം വിടാം, തിരിഞ്ഞ് നോക്കണ്ട. ഇവിടെ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് എത്തിയേക്കാണ്. ഇവിടെ സ്ക്രാപ്പ് ഉണ്ടായിരുന്നാ, അത് ഞാൻ എങ്ങനെ മിസ് ചെയ്ത്? എന്തെങ്കിലും ആട്ടെ, പെട്ടെന്ന് ട്രെയിനിൽ അങ്ങ് കയറാം. ഈ ചൂച്ചു ചാൾസ് ഇതുവരെയ്ക്കും വന്നിട്ടില്ല കേട്ടാ, അത് അതിശയം. സാധാരണ ഇത് ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യാൻ വരാറുണ്ട്, ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ചൂച്ചു ചാൾസ് വരുന്ന, പക്ഷെ അത് വരണമൊന്നുമില്ല. എന്താണാവോ? ഈ ഗെയിമിൽ പിന്നെ കുറേ മിഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.